ഗൈസ്, എല്ലാവരും ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു. CUT-നെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. CUT കുറെ ആൾക്കാർക്ക് അഡ്മിഷൻ കിട്ടിയ കാര്യങ്ങളൊക്കെ മെസ്സേജ് അയച്ചിരുന്നു. ഹാപ്പി. സോ ഇന്ന് ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഇടാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു. CUT-നെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം, അതിന് ഞാൻ ആൻസർ പറയാന്നുള്ളത്. അങ്ങനെ ഒരു Q&A ഇട്ടിരുന്നു. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് ഇത്. അതിൽ കുറച്ച് കമന്റ് ബോക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അപ്പോൾ അതിനെ കുറിച്ച് ഇന്ന് സംസാരിക്കാം. മെയിൻ ആയിട്ട് ഞാൻ CUT-നെ കുറിച്ച് പിന്നെ വീഡിയോസ് ഒന്നും ചെയ്തില്ലായിരുന്നു കുറച്ച് മുന്നേ. കാരണം എനിക്ക് എക്സാം ആയിരുന്നു, ഞാൻ ബിസി ആയിരുന്നു. അപ്പൊ ഇതിനും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് തോന്നി അധികമൊന്നും വീഡിയോസ് ഇനി ചെയ്യാനില്ല എന്നുള്ളത്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ വീഡിയോസ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. തീർത്ഥ എന്നാണ് പേര്. ഹായ്, ഡിഡ് യു ഫൈൻഡ് ഡിഫിക്കൽട്ട് ടു കോപ്പ് വിത്ത് ഹിമാചൽ പ്രദേശ് ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് യുവർ കോളേജ് ആൻഡ് ഹൗ ആർ യു മാനേജിങ് ദ ഫുഡ് ആൻഡ് കൾച്ചർ ദർ? എനിക്ക് ഹിമാചലിൽ വരുന്നതിന്റെ സമയത്ത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എന്താ വെച്ചാല്, ഞാൻ ഒരു വർഷം ബ്രേക്ക് എടുത്തിട്ടാണ് പിന്നെ പഠിക്കാൻ പോയത്. അപ്പൊ എനിക്ക് വീട്ടിലേക്ക് ഇരിക്കുമ്പോൾ എനിക്ക് പഠിച്ചാൽ പോയാൽ മതി എന്നുള്ളൊരു സാധനം ആയതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഹിമാചലിൽ വന്നിട്ടുള്ളത്. പക്ഷെ എൻ്റെ ഉള്ളിൽ ആദ്യം ഉണ്ടായിരുന്നു, നോർത്ത് ഇന്ത്യ അല്ലേ, എന്തായിരിക്കും അവസ്ഥ എന്നുള്ളൊരു സംഭവം എൻ്റെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ എത്തിയതിന് ശേഷം എനിക്ക് മനസ്സിലായത്, നമ്മൾ കേരളത്തിലത്തെ ഏകദേശം ഒരു സ്റ്റൈൽ തന്നെയാണ് ഇവിടെ. ഐ മീൻ, നമ്മുടെ ഒരു കേരളത്തിലത്തെ പോലെ തന്നെയാണ്. അത്രക്ക് നോർത്ത് ഇന്ത്യൻ കുറെ നമ്മള് മെയിൻലി പറയുകയാണെങ്കിൽ വൃത്തി, അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ടല്ലോ, ആൾക്കാരായിക്കോട്ടെ കൾച്ചർ ആയിക്കോട്ടെ, അതിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കേരളത്തിന്റെ കുറെയൊക്കെ മാതിരി തന്നെയാണ് ഇവിടെ തോന്നിയത്. കാരണം എന്താ വെച്ചാൽ, ഇവിടുത്തെ ആൾക്കാരായിക്കോട്ടെ, പിന്നെ അത്യാവശ്യം ഒരു സിറ്റി ഏരിയ ആണ്. ധരംശാലയിലാണ് നമ്മുടെ കോളേജ് വരുന്നത്. നമ്മുടെ കോളേജ് സ്പ്ലിറ്റഡ് ആണ്. ഇതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഷാപ്പൂര്, ഒന്ന് ദഹ്റ, ഒന്ന് ധരംശാല. അതിൽ ധരംശാലയിലാണ് ഞാൻ വരുന്നത്. ഇത് സിറ്റി ആയിട്ടുള്ള ഏരിയ ആണ്. ബാക്കി രണ്ടും ഗ്രാമത്തിലാണ്. അപ്പോൾ സിറ്റി ആയതുകൊണ്ടാണോന്ന് അറിയില്ല, എനിക്ക് ഇതുവരെയായിട്ടും അങ്ങനെ ഒരു റോങ് ആയിട്ടുള്ള ഒരു ഫീൽ ഇല്ലായിരുന്നു. പിന്നെ വന്ന സമയത്ത് ഞാൻ PG-യിൽ, അതായത് പേയിങ് ഗസ്റ്റ് ആയിട്ടാണ് നിന്നിരുന്നത് ഒരു മാസം. കാരണം നമ്മൾ ഓൾറെഡി പ്ലാൻ ഉണ്ടായിരുന്നു ഒരു മാസം നിൽക്കുള്ളൂ എന്നുള്ളത്. പിന്നെ നമുക്ക് ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നിയിരുന്നു ഫുള്ളായിട്ട് നിൽക്കാന്നുള്ളതൊക്കെ. പക്ഷെ ഫുഡ് പ്രശ്നമായിരുന്നു. കാരണം ഇവിടെ അധികം വെജാണ് അവരുണ്ടാക്കുക PG-യിലൊക്കെ. അപ്പൊ നമുക്ക് നോൺ വെജ് കഴിക്കണമെങ്കിൽ നമ്മൾ പുറത്ത് പോകണം. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഒരു ടേസ്റ്റില്, മെയിൻലി നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നോണ്ട് തന്നെ നമ്മൾ ഫുഡിലൊക്കെ നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന, അതായത് നോൺ വെജ് ഒക്കെ അധികം കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അതിന്റെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇവിടുത്തെ ഫുഡ് പറ്റാത്ത ഇഷ്യൂസും ഉണ്ടായിരുന്നു. എന്നും ഇതന്നെയല്ല, ചപ്പാത്തി ചോറ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇതായപ്പോ ഞാൻ പിന്നെ റൂമിലേക്ക് മാറി. റൂമിൽ നമ്മൾ ഫുഡ് കുക്ക് ചെയ്തിട്ടാണ് കഴിക്കൽ. ഇവിടെ ഏകദേശം ആൾക്കാരും അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ ഒരു വർഷമാണ്, അതായത് എന്റെ ജൂനിയേഴ്സ് ആണ് പിന്നെ ഹോസ്റ്റല് കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്ത് ഹോസ്റ്റലിൽ നിൽക്കാൻ തുടങ്ങിയത്. പക്ഷെ ഹോസ്റ്റലിൽ നമുക്ക് നോൺ വെജ് കിട്ടൂല. അപ്പൊ നമ്മൾ നോൺ വെജ് പുറത്തുനിന്ന് കഴിക്കണം. ഫുള്ളി വെജാണ്. പിന്നെ ഇവിടുത്തെ കൾച്ചർ, ഇവിടുത്തെ ആൾക്കാരൊന്നും എനിക്ക് അത്ര പ്രശ്നമായിട്ട് തോന്നിയില്ല. നമ്മൾ വലിയ പ്രശ്നം ഉണ്ടാക്കാണ്ട് പോയാൽ നല്ല സമാധാനത്തോടെ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പിന്നെ നല്ല ഞാൻ എൻ്റെ കംഫർട്ട് സോൺ വിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഭയങ്കര പോസിറ്റീവ് മാറ്റങ്ങളാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായത്. കുറെ കാര്യങ്ങൾ എൻ്റെ ഇംഗ്ലീഷിന്റെ കാര്യത്തിലായിക്കോട്ടെ, ലാംഗ്വേജ്, കുറെ കാര്യത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ 2 വർഷമല്ലേ ഉള്ളൂ, എൻ്റെ ഇപ്പൊ കഴിയാനായി. അപ്പോ ഒരു എന്താ വെച്ചാല്, ഇവിടുന്ന് പോവാന്നുള്ളത് ഭയങ്കര സങ്കടമുള്ള കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഏകദേശം ഇവിടെ വന്നവർക്കൊക്കെ അങ്ങനാണ്. നമുക്ക് ഇവിടുന്ന് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടങ്ങേറായിരിക്കും. നമ്മളെന്നും ക്ലാസ്സിൽ പോയിട്ട് ഭയങ്കര ഇതായിട്ടില്ലെങ്കിലും നമുക്ക് ഈ സ്ഥലം ഭയങ്കര മിസ് ചെയ്യും. അപ്പോൾ എനിക്ക് അത്ര വലിയ വിഷയമായിട്ട് തോന്നിയിട്ടില്ല. മേ ബി ദഹ്റ ക്യാമ്പസിൽ ഷാപ്പൂരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയേക്കാം. ബട്ട് ഇവിടെ സിറ്റി ലൈഫ് ആയതുകൊണ്ടായിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. വിച്ച് പ്രൈവറ്റ് കോളേജ് ഈസ് ബെസ്റ്റ് ഫോർ MBA എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. MBA ഇവിടെയൊക്കെ MBA അത്യാവശ്യം നല്ലതാണ്, ഇവിടെ പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞിട്ടുള്ളത്. കാരണം ഫീസ് നല്ല കുറവാണ്. MBAക്ക് നല്ല ഫീസ് ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. പിന്നെ ഇവിടെ ഫീസും കുറവാണ്. ഇവിടെ അത്യാവശ്യം നല്ല ടീച്ചേഴ്സുമാണ് നമുക്കുള്ളത്. BSc കമ്പ്യൂട്ടർ സയൻസ് സ്റ്റഡി ഇൻ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഈസ് ഗുഡ് ഓപ്ഷൻ ആൻഡ് പ്ലേസ്മെന്റ് ഡീറ്റെയിൽസ്. അതിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, അയ്യോ പേര് വായിക്കാൻ മറന്നുപോയി. ശ്രീലക്ഷ്മിയാണത് ചോദിച്ചിട്ടുള്ളത്. BSc കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ചും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, ഇങ്ങനെ പറഞ്ഞു തരാൻ. പിന്നെ പ്ലേസ്മെന്റ്, ഇവിടെ അത്യാവശ്യം പ്ലേസ്മെന്റ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. അപ്പം പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ഹെൽപ്പ് ഡെസ്കിൽ അന്വേഷിക്കുക.
നിങ്ങൾ ചൂസ് ചെയ്ത യൂണിവേഴ്സിറ്റീസിന്റെ ഹെൽപ്പ് ഡെസ്കിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. കാരണം സെപ്പറേറ്റ് ഒന്നും എനിക്ക് അറിയില്ല. എനിക്ക് ചില കോഴ്സുകളെ മാത്രമേ ഡീറ്റെയിൽ ആയിട്ട് അറിയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു തന്നിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്ക് വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ അയച്ചുതരാം. എൻ്റെ കയ്യിൽ കുറേ ഹെൽപ്പ് ഡെസ്കിന്റെ ലിങ്ക് ഉണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ വിച്ച് മന്ത് ഓൾ അഡ്മിഷൻ ക്ലോസ്ഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പേര് സെയിം ആൾ തന്നെ, ശ്രീലക്ഷ്മി തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ചില യൂണിവേഴ്സിറ്റികൾ സെപ്റ്റംബർ വരെ എടുക്കും അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ സെപ്റ്റംബറിൽ വരെ ലാസ്റ്റ് അഡ്മിഷൻ എടുത്ത ആൾക്കാരുണ്ട്. ചില യൂണിവേഴ്സിറ്റികൾ പെട്ടെന്ന് ക്ലോസ് ചെയ്യും. ഓപ്പൺ ചെയ്യുന്നു ക്ലോസ് ചെയ്യുന്നു നമ്മൾ അറിയില്ല. കാരണം സ്റ്റുഡൻസ് അത്രയും വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും അത്. അതുകൊണ്ട് അത് പെട്ടെന്ന് ഓപ്പൺ ആവുകയും ചെയ്യും, പെട്ടെന്ന് ക്ലോസ് ആവുകയും ചെയ്യും. അത് ഈ ടയർ 1 വരുന്ന യൂണിവേഴ്സിറ്റികളാണ്. പക്ഷേ ഈ ടയർ 3 വരുന്ന യൂണിവേഴ്സിറ്റി, അതായത് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയൊക്കെ ക്ലോസ് ആവാൻ കുറേ ടൈം എടുക്കും. എന്നിട്ടും അവിടെ സീറ്റൊന്നും ഫുൾ ആവേയില്ല. അപ്പം സീറ്റില്ലാത്ത പ്രശ്നമൊന്നുമില്ല. ചില കോഴ്സൊക്കെ വെറുതെ കാലിയായിട്ട് കിടക്കേക്കാരം. അപ്പോൾ ചില യൂണിവേഴ്സിറ്റികൾ പെട്ടെന്ന് ക്ലോസ് ആവും, ചില യൂണിവേഴ്സിറ്റീസ് കുറച്ച് ടൈം എടുക്കും. ഒരു സെപ്റ്റംബർ വരെയൊക്കെ ചില യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരിക്കും. പക്ഷെ ടയർ 1 വരുന്നത് ഓപ്പൺ ആവണതും ക്ലോസ് ആവണം നമ്മൾ അറിയ പോലും. പിന്നെ അഞ്ജന കൃഷ്ണ ചോദിച്ചിട്ടുള്ളതാണ്, ഹൗ ഡസ് CUT സ്പോട്ട് അഡ്മിഷൻ വർക്ക്? ഇത് ഞാൻ സെയിം മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പോട്ട് അഡ്മിഷന് മെയിൻ ആയിട്ട് നമ്മളെ ഈ അഡ്മിഷൻ പ്രോസസ് ഒക്കെ ക്ലോസ് ആയതിനു ശേഷം സീറ്റ് ബാക്കി ഉണ്ടെങ്കിൽ അവര് നമ്മളെ ഇൻഫോം ചെയ്യും. മേ ബി മെയിൽ അയക്കും. അപ്പൊ മെയിൽ അയക്കുമ്പോൾ നമ്മൾ അന്ന് തന്നെ അവിടെ എത്തണം. അപ്പോൾ നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഹിമാചലിൽ കിട്ടിക്കഴിഞ്ഞാൽ അന്ന് തന്നെ എത്താൻ പറ്റൂല. അത് ഭയങ്കര റിസ്ക് ആയിരിക്കും. അപ്പോൾ ചില ആൾക്കാർ കണക്ഷനൊക്കെ വെച്ചിട്ട് അങ്ങനെ അഡ്മിഷൻ സെറ്റ് ആക്കലുണ്ട്, നമ്മളെ ഡോക്യുമെന്റ്സ് എത്തിച്ച് കഴിഞ്ഞാലൊക്കെ. പക്ഷെ ചില യൂണിവേഴ്സിറ്റീസ് മേ ബി അത് ഓക്കെ ആവണം എന്നില്ല. അപ്പൊ സ്പോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അന്ന് തന്നെ എത്താൻ പറ്റണം. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എത്തുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. നമ്മൾ എത്താൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് എത്തുന്ന ആൾക്കാർക്കും അഡ്മിഷൻ കിട്ടുക. ഇനിയിപ്പോൾ നമ്മൾ എത്തിയ സമയത്ത് നമ്മളാട്ടിന് കൂടുതൽ മാർക്കുള്ള ആളും കൂടി എത്തിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്കും അഡ്മിഷൻ കിട്ടുക. ഓക്കെ. ഹൗ ക്യാൻ ഐ അപ്ലൈ ടു കോളേജ് വിത്തൗട്ട് എ CUT സ്കോർ? ഇത് ചില യൂണിവേഴ്സിറ്റികളിൽ നോൺ CUT ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞങ്ങളെ യൂണിവേഴ്സിറ്റികൾ അങ്ങനെ ഉണ്ട്, കുറച്ച് യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. അപ്പൊ അതിനുള്ള ഓപ്ഷൻസ് അവരുടെ വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്യും അഡ്മിഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ നോൺ CUT ആയിട്ട് നമ്മുടെ മാർക്ക് വെച്ചിട്ട്, അതായത് ഡിഗ്രിക്ക് കിട്ടിയ മാർക്ക് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതെല്ലാ യൂണിവേഴ്സിറ്റിയും പോസിബിൾ അല്ല. കാരണം ഇത് സീറ്റ് അത്രയും ബാക്കി ഉണ്ടെങ്കിൽ മാത്രം ഓപ്പൺ ആക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ എല്ലാ യൂണിവേഴ്സിറ്റിയും സീറ്റ് അത്ര ബാക്കി ഉണ്ടാവണമെന്നില്ല. നല്ല യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് എന്താ പറയാ, അത്ര സീറ്റ് നോൺ CUT അഡ്മിഷൻ ഒന്നും ചിലപ്പം പോസിബിൾ ആവാൻ ചാൻസ് കുറവാണ്. കാരണം സ്റ്റുഡൻസ് എന്തായാലും അത് ഫില്ലാക്കും. പിന്നെ നമ്മളെ യൂണിവേഴ്സിറ്റി പോലത്തെ കുറെ സീറ്റ് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവും. അവിടെ നമുക്ക് നോൺ CUT ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ. അത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇനി ഹെൽപ്പ് ഡെസ്ക് ഉണ്ടെങ്കിൽ അതിലും അവർ അപ്ഡേറ്റ് ചെയ്യും. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ ഡിഗ്രീന്റെ മാർക്ക് വെച്ചായിരിക്കും അവർ അഡ്മിഷൻ തരിക. ഓക്കെ. വിച്ച് ആർ ദ ബെസ്റ്റ് പ്രൈവറ്റ് ആൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഡു നോട്ട് റിക്വയർ CUT എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ CUT റിക്വയർ ഇല്ലാത്ത യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ അതിന്റെ അഡ്മിഷൻ പ്രോസസ് ഒക്കെ മേ ബി ക്ലോസ് ആയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, എനിക്ക് അങ്ങനെ വലിയ ഐഡിയ ഇല്ല ഇതിനെ കുറിച്ച്, അതുകൊണ്ട് ഞാൻ ഇത് വല്ലാതെ സംസാരിക്കണില്ല. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കോളേജസ് അക്സെപ്റ്റ് എ CUT സ്കോർ ബിലോ 10 or 13 ഫോർ സ്പോട്ട് അഡ്മിഷൻസ്? ഇതിപ്പോ ഞാൻ എങ്ങനെ പറയാ, സംഭവം എന്താ വെച്ചാല് നമ്മള് സ്പോട്ട് അഡ്മിഷന് 10ഉം 13 ഒക്കെ പറഞ്ഞാൽ അത് കുറച്ച് റിസ്ക് അല്ലേ. അപ്പോ അത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. ടയർ 3 വരുന്ന യൂണിവേഴ്സിറ്റികളിലൊക്കെ 40-30 മാർക്കുള്ളവർക്കൊക്കെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അത് അത്രയും സീറ്റ് ബാക്കിയുള്ളതുകൊണ്ട് കൊടുക്കണാണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുകയൊക്കെ ചെയ്യും, കിട്ടായൊന്നുമില്ല. ബട്ട് സ്പോട്ട് അഡ്മിഷന് മേ ബി എന്താ പറയാ, നമ്മുടെ ടയർ 3 വരുന്ന യൂണിവേഴ്സിറ്റികളൊക്കെ ആവും അക്സെപ്റ്റ് ചെയ്യുക. ക്യാൻ ഐ അപ്ലൈ ഫോർ അഡ്മിഷൻ ബേസ്ഡ് ഓൺ ഡിഗ്രി മാർക്സ്? അതന്നെ ഞാൻ പറഞ്ഞ നോൺ CUTയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ യൂണിവേഴ്സിറ്റി എപ്പോഴാണോ നോൺ CUT പോർട്ടൽ ഓപ്പൺ ആക്കുന്നത് അപ്പം അപ്ലൈ ചെയ്താൽ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് സെയിം തീർത്ത് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റഡിങ് ഇൻ നോർമൽ കോളേജ് ഇൻ കേരള ഓർ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഈസ് ബെറ്റർ ഇൻ യുവർ ഒപ്പീനിയൻ ആൻഡ് എക്സ്പീരിയൻസ്? ഇത് ഞാൻ കുറച്ച് സംസാരിക്കാണ്ട് ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഇവിടെ പഠിച്ചുകൊണ്ടുന്ന കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പം ഞാനൊരു നാട്ടിലൊരു യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ
അവിടുത്തെ ഹോസ്റ്റലിൽ നിന്നിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിലും എനിക്ക് ഞാൻ കോളേജ് പഠിച്ച സമയത്ത് ഹോസ്റ്റലിലാണ് പഠിച്ചത്. പക്ഷെ എനിക്ക് വീക്ക്ലി നാട്ടിൽ പോവായിരുന്നു, കാരണം അത്ര ദൂരമുള്ള ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ നാട്ടില് ഇടയ്ക്കിടയ്ക്ക് പോകാൻ പറ്റും നാട്ടിലെ പഠിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ. അപ്പൊ നമ്മളെ കംഫർട്ട് സോൺ ബ്രേക്ക് ആവില്ല. പക്ഷെ ഇവിടെ ആണെങ്കിൽ നമ്മൾ വിചാരിച്ച സമയത്തൊന്നും നമുക്ക് വീട്ടിലൊന്നും പോകാൻ പറ്റൂല. ചിലപ്പോൾ നമ്മൾ ഭയങ്കര എന്തെങ്കിലും വിഷയത്തിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും വീട്ടിൽ പോവാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല ഇവിടുന്ന്. അതുകൊണ്ട് തന്നെ നമ്മള് പല കാര്യങ്ങളും സ്വന്തം ഡീൽ ചെയ്യാനും നമ്മുടെ കംഫർട്ട് സോൺ ഫുള്ളി ബ്രേക്ക് ആവും. ചില ആൾക്കാർക്ക് കുറച്ച് കംഫർട്ട് സോൺ അങ്ങനെ എന്നാലും വരും. ഞാൻ ഇവിടെ കണ്ട എല്ലാവർക്കും വന്ന പോലെ എല്ലാവര് കുറെ നല്ല ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. സോ നമ്മൾ കുറെ സെൽഫായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ഇമോഷണലി ആയിക്കോട്ടെ എല്ലാ കാര്യത്തിലും നമ്മൾ സെൽഫായിട്ട് എല്ലാം ചെയ്യാൻ തുടങ്ങും. അത് നമ്മുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് തന്നെയാണ് തരിക. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും. നമ്മൾ നാട്ടിലാണെങ്കിൽ മലയാളം മാത്രം പറയുള്ളൂ, ഇവിടെ ആണെങ്കിൽ നമുക്ക് ഹിന്ദി പറയേണ്ടി വരും, ഇംഗ്ലീഷ് പറയേണ്ടി വരും. പക്ഷെ ഇവിടെ വന്നിട്ട് കുറെ ആൾക്കാർ ഹിന്ദിയൊക്കെ പക്കാ പഠിച്ചവരുണ്ട്, ഇംഗ്ലീഷും നല്ല രീതിക്ക് സംസാരിക്കുന്നവരുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വരികയാണെങ്കിൽ എനിക്ക് ഹിന്ദി കുറച്ചറിയുള്ളൂ, ഇംഗ്ലീഷ് എനിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഇവിടെ പഠിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങനെയാണ്. പിന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ നോർത്തിലാണ് പഠിക്കുന്നത്. നമ്മള് നാട്ടിൽ നിൽക്കുമ്പം നമ്മൾ ചിന്തിക്കാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ ഇവിടെ വന്ന് ചിന്തിക്കാൻ തുടങ്ങും, കുറെ കാര്യങ്ങൾ നമ്മൾ അറിയാൻ തുടങ്ങും, കുറെ റിയലൈസേഷൻ വരും. കുറെ സംഭവങ്ങളുണ്ട്, നമുക്ക് ശരിക്കും ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റും, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ പഠിക്കും. അത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിന്നാ ഈ ഒരു ഇത് തീരൂല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. നിദ ഫാത്തിമ റഫീഖ് ആണ് ചോദിച്ചിട്ടുള്ളത്. ക്യാൻ യു ഷെയർ യുവർ എക്സ്പീരിയൻസ് ദർ, ലൈക്ക് ലാംഗ്വേജ്, ഫുഡ്, കൾച്ചർ? സെയിം, ഞാൻ പറഞ്ഞല്ലോ ലാംഗ്വേജിന്റെ കാര്യത്തിലാണെങ്കിൽ ഇവിടെ ഹിന്ദി പഹാഡി ലാംഗ്വേജസ് ഒക്കെ ഉണ്ട്. അതിൽ ഹിന്ദി പഹാഡിയാണ് മെയിൻലി ലോക്കൽസ് ഒക്കെ സംസാരിക്കുക. പക്ഷെ നമ്മുടെ കോളേജിൽ വരുന്ന കുട്ടികൾ ഡിഫറെന്റ് സ്റ്റേറ്റിൽ നിന്ന് വരുന്നതുകൊണ്ട് നമുക്ക് ഹിന്ദി സംസാരിക്കാൻ പറ്റും. അപ്പം ഹിന്ദിയിലും നമുക്ക് കുറച്ചൊരു കേട്ടാ മനസ്സിലാവുന്ന രീതിക്കെങ്കിലും ആയിരുന്നു എനിക്ക് ഈ സമയത്ത്. ഇപ്പൊ 2 വർഷമായി ഞാൻ കഴിയാനായി, എപ്പോഴും കേട്ടാ മനസ്സിലാവുള്ളൂ, സംസാരിക്കാൻ കുറച്ചേ കഴിയുള്ളൂ. പിന്നെ ഫുഡിന്റെ കാര്യം വരികയാണെങ്കിൽ നോൺ വെജ് കിട്ടാൻ നല്ല പാടാണ്. നാട്ടിൽ നിന്ന് കോഴിക്കോട് നിന്നൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ അടുങ്ങാറാവും. നമ്മളൊക്കെ എന്താ വെച്ചാല് എൻ്റെ റൂംമേറ്റ് നന്നായിട്ട് കുക്ക് ചെയ്യായിരുന്നു, അതുകൊണ്ട് എനിക്ക് വലിയ സങ്കടമില്ലായിരുന്നു. പക്ഷെ കുക്കും കൂടി ചെയ്യാൻ അറിയില്ലെങ്കിൽ പിന്നെ തീർന്ന്. നമുക്ക് ആകെ ഒരു KFC ഉണ്ടാവും, ബാക്കിയൊക്കെ നമ്മൾ നോൺ വെജ് കഴിക്കുമ്പോൾ നമുക്ക് നാട്ടിലത്തെ ഒരു സാധനം കിട്ടൂല, എത്ര പോലും അത് കിട്ടൂല. അപ്പൊ ആ ഒരു സങ്കടം ഉണ്ടാവും. ഫുൾ വെജ് ആയിരിക്കും. PG-യിലൊക്കെയാണ് നിൽക്കണ, ഹോസ്റ്റലിലൊക്കെയാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഫുള്ള് വെജ് ആയിരിക്കും. വെജ് തിന്ന് മരിക്കേണ്ടി വരും. കൾച്ചർ പറയുകയാണെങ്കിൽ എനിക്ക് അത്ര വലിയ പ്രോബ്ലം ആയിട്ട് ഇവിടെ തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞു ഇവിടെ സിറ്റിയിലാണ് ഞാൻ നിൽക്കുന്നത്, ഇവിടുത്തെ ആൾക്കാര് ഒക്കെ എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ അധികം ആൾക്കാരായിട്ട് ഓവർ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവില്ല. നമ്മൾ വലിയ പ്രശ്നം ഉണ്ടാക്കാണ്ട് നിന്നാൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ മെയിൻലി ഇവിടെ ടിബറ്റൻസിന്റെ ഒക്കെ ഒരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇപ്പൊ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ നാട്ടിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവില് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ വീട്ടിലെ ആൾക്കാരോട് സംസാരിച്ചിരുന്നാൽ മതി. പക്ഷെ ഇവിടെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷെ ഇവിടെ എനിക്ക് ഗുഡായിട്ട് തോന്നിയ കാര്യം, എനിക്കിപ്പോൾ എന്തെങ്കിലും ഇടങ്ങാറായിട്ടൊക്കെ തോന്നി പുറത്തിറങ്ങാനാണെങ്കിൽ ഇവിടെ ഫുൾ അത്യാവശ്യം ഒരു ടൂറിസ്റ്റ് സ്പോട്ടുകളാണ് മൊത്തം. പിന്നെ ഫുൾ മഞ്ഞുമല അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ആണ്. അപ്പൊ നമുക്കൊന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു സമാധാനം കിട്ടും റൂമിന്ന്. പിന്നെ ഇവിടെ നമ്മൾ മെക്ലോഡ്ഗഞ്ചിന്റെ ഒക്കെ അടുത്ത്, അതായത് ടിബറ്റൻസ് ഒക്കെ നിൽക്കുന്നതിന്റെ ഒക്കെ അടുത്തായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ വെറുതെ നമുക്ക് ഇങ്ങനെ നടക്കാനും എന്താക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമായതുകൊണ്ട് വലിയ ഒരു പ്രശ്നമൊന്നുമില്ല കൾച്ചർ വൈസും. പിന്നെ എനിക്ക് നാട്ടിലത്തെ പോലെ തന്നെ ഏകദേശമൊക്കെ തോന്നിയിട്ടുള്ളത്, അതായത് ഇവിടുത്തെ പ്രകൃതിയൊക്കെ ചില സ്ഥലത്ത് പോയി നല്ല ഫുൾ വെയിലും ഒരു ഇത് പച്ചപ്പൊന്നും ഉണ്ടല്ലോ, പക്ഷെ ഇവിടെ ഭയങ്കര പച്ചപ്പാണ്. അതൊക്കെ എനിക്ക് നാട്ടിലത്തെ പോലെ തന്നെയാണ് തോന്നിയത്. മഴയുള്ള സമയത്തും നല്ല മഴയ്ക്കും, ചൂടുള്ള സമയത്ത് നല്ല ചൂടേക്കും, പക്ഷെ മഞ്ഞുള്ള സമയത്ത് മാത്രമാണ് ഡിഫറൻസ്. നല്ല തണുപ്പാണ് ഇവിടെ. അതുകൊണ്ട് ചില ആൾക്കാർക്ക് സ്കിൻ പ്രോബ്ലം ഒക്കെ വരലുണ്ട് തണുപ്പാവുമ്പം, പക്ഷെ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ക്വസ്റ്റ്യൻ അല്ല, ഇതൊരു അഖി എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി മെസ്സേജ് അയച്ചാണ്. എനിക്ക് മെസ്സേജ് ഭയങ്കര ഇഷ്ടമായി. ഹേ, ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ ഹാവ് സീൻ യു. വെൻ ഐ സോ യു ഐ ഫെൽറ്റ് എ സെൻസ് ഓഫ് hope. You reminded me of myself. I hope
I can meet you someday in future and thank you so much. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കമന്റ്, അതാണ് ഇത് എടുത്ത് ഞാൻ വായിച്ചത്. ചില കമന്റ്സ് കാണുമ്പോൾ എനിക്ക് ഞാൻ യൂട്യൂബ് തുടങ്ങിയതിന്റെ ഒരു സന്തോഷം ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചാൽ മ്യൂസിക് ബൈ 8618 ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ആയി കഴിഞ്ഞാൽ അവിടുത്തെ ഫസ്റ്റ് സെം ഫീ കൊടുക്കൽ നിർബന്ധമാണോ? നിർബന്ധമാണ്. അങ്ങനെ പറഞ്ഞാല് എനിക്ക് അഡ്മിഷൻ കിട്ടിയതിന് ശേഷം നമുക്ക് ഇമെയിൽ വന്നിക്കാണ് ചെയ്തിട്ടുള്ളത്. ഹിമാചലില് ഇമെയിൽ വരും, അപ്പൊ അവര് അഡ്മിഷൻ ഫീസ് അടക്കാൻ പറയും. അപ്പൊ അതിലേക്ക് വന്നിരുന്ന 5550. ഇത് സെം ഫീയും അഡ്മിഷൻ ഫീയും കൂട്ടിയിട്ടുള്ള ഫീ ആണ് ഇത്. ഓക്കെ, അപ്പൊ എന്റെ ഫീസ് വളരെ കുറവാണ്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തത്. കാരണം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റണം ഇത് മൊത്തം. ഈ 2 വർഷം എനിക്ക് സ്വന്തമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കുറവ് ഫീസുള്ള യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പോ നമ്മളൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ആയി കഴിഞ്ഞാൽ അവർ മെയിൽ അയക്കുമ്പോൾ നമ്മളോട് അതിൽ ഫീ പേ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൽ പേ ചെയ്ത് കൊടുക്കുക. പക്ഷെ ചില യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ അവിടെ പോയിട്ട് തന്നെ അവർ ഇത്ര ടൈം തരും, ആ ദിവസത്തിനുള്ളിൽ നമ്മൾ പോയിട്ട് അഡ്മിഷൻ എടുക്കണം. ആ സമയത്ത് നമ്മൾ ഫസ്റ്റ് സെമ്മിന്റെ ഫീയും അടക്കണം. അപ്പോൾ അഡ്മിഷൻ ഫീ ഉണ്ടാവും, ഫസ്റ്റ് സെമ്മിന്റെ ഫീ ഉണ്ടാവും. എനിക്ക് 5550 ഫസ്റ്റ് സെമ്മിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അത് അഡ്മിഷനും സെം ഫീയും കൂടി കൂട്ടിയിട്ട് പിന്നെ അങ്ങോട്ട് എനിക്ക് 3000 അങ്ങനത്തെ ഉള്ളായിരുന്നു. അപ്പൊ എൻ്റെ വളരെ ഫീസ് കുറവായതുകൊണ്ടാണ് എനിക്ക് വലിയ പ്രശ്നമൊന്നും വന്നിട്ടില്ല. സോ നമ്മൾ ചില യൂണിവേഴ്സിറ്റികൾ നമ്മൾ അവിടെ പോയിട്ട് അടക്കേണ്ടി വരും, ചില യൂണിവേഴ്സിറ്റികൾ നമ്മൾ ഇവിടെ നിന്നിട്ട് തന്നെ നമുക്ക് പേ ചെയ്യാൻ പറ്റും. എന്നിട്ട് പേ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ റെസിപ്റ്റ് കിട്ടും. അതൊക്കെ പ്രിന്റ് എടുത്ത് സൂക്ഷിച്ച് വെക്കണം, കാരണം അഡ്മിഷന് പോണ സമയത്ത് അത് കൊടുക്കേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാന്ദ്ര എം ആവും. ഓക്കെ, MSc ഫിസിക്സിന്റെ കട്ട് ഓഫ് ഒന്ന് പറയാവോ? 101 മാർക്കിന് എവിടെ കിട്ടും? അപ്പോൾ ഈ കട്ട് ഓഫിനെ കുറിച്ചിട്ട് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു സംഭവം എന്ന്. നമുക്ക് അങ്ങോട്ട് എടുത്തു വെച്ച് പറയാൻ പറ്റില്ല ഇത്ര മാർക്ക് ഉണ്ടെങ്കിൽ ഇവിടെ കിട്ടും, ഇത്ര മാർക്ക് ഉണ്ടായാൽ മാത്രം മതി, അങ്ങനൊന്നും പറയാൻ പറ്റൂല. കാരണം ഓരോ നേരത്തെ ഓരോ സ്വഭാവമാണ് CUTക്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, CHPയിൽ ന്യൂ മീഡിയയിൽ അഡ്മിഷൻ കിട്ടാൻ എന്താ വഴി എന്ന് പറഞ്ഞുതരുമെന്ന്. ഓക്കെ, അപ്പൊ ഞാൻ ചിരിച്ച എന്താ വെച്ചാൽ ഇതിന്റെ ഫ്രണ്ട് എന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ആവണി സുരേഷ്. അപ്പോ ന്യൂ മീഡിയയിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ CUTന്റെ എക്സാം എഴുതിയിട്ട് ഏതാ വെച്ചാൽ മാസ്കോമിന്റെ സെയിം കോഡ് നമ്പർ തന്നെയാണ് നമുക്ക്. ആ കോഡ് നമ്പർ നിങ്ങൾ മാസ്കോമിന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനും അപ്ലൈ ചെയ്യാം, ഈസി ആയിട്ട് കിട്ടും. കാരണം അത്രയും സീറ്റ് ബാക്കിയാണ് ഇവിടെ. അപ്പം നിങ്ങൾക്ക് ഈസി അഡ്മിഷൻ കിട്ടാൻ പറ്റിയൊരു കോഴ്സാണ്. പക്ഷെ പ്രാക്ടിക്കൽ വൈസ് നോക്കുമ്പോൾ അത്രയ്ക്കൊന്നും നമുക്ക് ഒന്നും കിട്ടൂല ഇവിടുന്ന്. ബട്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പ്രാക്ടിക്കൽ ആയിക്കോട്ടെ. കാരണം സ്വന്തം ഞാൻ ചെയ്യും, മറ്റേത് ഞാൻ ആരെയും കാത്തു നിന്ന ഒന്നും നടക്കൂല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പറ്റിയ സ്ഥലമാണ്. കാരണം നല്ല ഷൂട്ട് ചെയ്യാനായിക്കോട്ടെ എന്തെങ്കിലും ചെയ്യാനായിക്കോട്ടെ നമുക്ക് പറ്റിയ ഒരു സ്പോട്ടാണ് ഹിമാചൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരിക്കലും ന്യൂ മീഡിയ എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു ഭാഗത്ത് സങ്കടം വന്നു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ഭാഗം ഹാപ്പിയാണ്. കാരണം എഡ്യൂക്കേഷൻ പേർപ്പസിൽ നോക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടൂല, പ്രാക്ടിക്കൽ ഓറിയന്റഡ് സംഭവം ഒന്നും കിട്ടില്ലെങ്കിലും. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ സ്ഥലം അടിപൊളിയായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാനും വ്ളോഗ് ചെയ്യാനും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. അതുകൊണ്ട് ന്യൂ മീഡിയ എടുത്താൽ വലിയ സങ്കടമൊന്നും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. അനുലക്ഷ്മി ചോദിച്ചതാണ്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടാൻ എത്ര കട്ട് ഓഫ് വേണം? ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടാൻ അത്യാവശ്യം മാർക്ക് വേണം. പിന്നെ ചില കോഴ്സുകളിൽ ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കട്ട് ഓഫിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട്. ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കോഴ്സിന് ആൾക്കാർ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് ചിലപ്പോൾ കുറവാണെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. ഓക്കെ, ആ കോഴ്സിന് സീറ്റിൽ ആൾക്കാർ ഫില്ലായില്ലെങ്കിൽ അവർ അഡ്മിഷൻ തരും. പക്ഷേ ഹൈദരാബാദൊക്കെ അത്യാവശ്യം മാർക്ക് ഉണ്ടെങ്കിൽ കിട്ടുന്ന യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫാത്തിമ ഐഫ ചോദിച്ചിട്ടുള്ളത്, ഹോസ്റ്റൽ ഫീ ? മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ പഠിച്ച കോളേജിൽ നിന്ന് കിട്ടലാണോ? ഇത് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് അക്ഷയയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അവിടെ നിന്ന് കിട്ടിയ ഫോമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ എനിക്ക് കോളേജിൽ നിന്നൊന്നും തന്നിട്ടില്ലായിരുന്നു, കോളേജിൽ നിന്ന് TC ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ വെച്ചിട്ടുള്ളത്. എനിക്ക് അങ്ങനെ അതിൽ കോളേജിൽ നിന്ന് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് തരുമെന്നുള്ളത് ഐ ഡോണ്ട് നോ. ഓക്കെ, ഹോസ്റ്റൽ ഫീസ് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഹോസ്റ്റൽ ഫീസ് വരുന്നത് 7200 ആണ് 6 മന്തിന്. ഫുഡിനാണെങ്കിൽ നമ്മൾ 2100 എല്ലാ മന്തും കൊടുക്കണം. അപ്പോൾ ഓഫ് ക്യാമ്പസിലാണ് നമ്മുടെ ഹോസ്റ്റൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക്
ഇതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടോക്കിയാൽ മനസ്സിലാവും ഹോസ്റ്റൽ ഫീസിനെ കുറിച്ചിട്ടൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് സെയിം ഫാത്തിമ ഐഫ ചോദിച്ചാണ്, ഫീ അടക്കലൊക്കെ എങ്ങനെയാണ്, അഡ്മിഷൻ പോകുന്നതിന് മുമ്പാണോ എന്ന്. ചില യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷന് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഫീ അടിച്ചിട്ട് നമ്മുടെ സീറ്റ് ഉറപ്പ് വരുത്തണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മെയിൽ വരും, മെയിൽ വന്നിട്ട് അതിൽ പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. പേ ചെയ്ത് കഴിഞ്ഞാൽ റെസിപ്റ്റ് കിട്ടും, അത് പ്രിന്റ് എടുത്ത് വെച്ചിട്ട് അഡ്മിഷൻ വരുമ്പോൾ കൊണ്ടുവരിക. ചില യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ ഫിസിക്കലി അവിടെ പോയിട്ട് തന്നെ നമ്മൾ അഡ്മിഷൻ ഫീസ് കൊടുക്കണം. ആ സമയത്ത് തന്നെ നമ്മുടെ സീറ്റും ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഫിനിഷ് ആവും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. ഈ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിന്റെ അടിയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വന്നിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ഡൗട്ടും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.